പതിവാക്കാനാണോ തീരുമാനം? ആണെന്ന് കൂട്ടിക്കോ. എന്തേലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊരു കോപ്പുമില്ല. ഞാനെന്തായാലും വൈകിട്ട് വരും. അവളെവിടെ അമ്മായി? ഇന്ന് പോയോ? എവിടെ പോവാൻ, അവളാ റൂമിൽ ചടന്നിരിപ്പുണ്ട്. എന്തേ, പനി വല്ലതുമാണോ? പനിയൊന്നുമല്ല, അവൾക്ക് മടി, അത്ര തന്നെ. കൊള്ളാം. അല്ല, ആ ശാരദാമ്മയ്ക്ക് എങ്ങനുണ്ട്? ഒന്നും പറയാറായിട്ടില്ലെന്നാ പറഞ്ഞേ. എന്തായാലും കഷ്ടമുണ്ട് അല്ലേ ഏട്ടത്തി? ആ അതെ, എന്ത് പറയാനാ. ഓരോരുത്തർക്കും ഭഗവാൻ അടുത്ത നിമിഷം എന്താ കരുതി വെച്ചിരിക്കുന്നേന്ന് ആർക്കറിയാം. ഏട്ടനിത് എവിടെ പോയതാ? അയ്യോ, അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? ഇപ്പൊ ഇവനല്ലേ കല്യാണി കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ. ആഹാ, കൊള്ളാലോ. എന്താ ഏട്ടാ, നിങ്ങൾ തമ്മിലുള്ള അടിയൊക്കെ കഴിഞ്ഞോ? അതിന് ഞങ്ങൾ തമ്മിൽ അടിയാണെന്ന് നിന്നോടാരാ പറഞ്ഞേ? അതിപ്പോ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളെ ഞങ്ങള് കാണുന്നതല്ലേ. ഓ പിന്നെ, എന്തായാലും എനിക്ക് സന്തോഷായി. എന്ത്? അതൊക്കെ ഉണ്ട്. ഉമേ, നീ ഒന്ന് വന്നേ. എന്താടാ? എന്താ ഏട്ടാ ഉദ്ദേശം? എന്തുദ്ദേശം? ചുമ്മാ കിടന്നൂരിലല്ലേ, എനിക്കും മനസ്സിലാവുന്നുണ്ട്. ഓ ആയിക്കോട്ടെ. എന്നാലും എന്തൊരു പനിയായിരുന്നു. നമ്മളെ അങ്ങ് തളർത്തി കളഞ്ഞില്ലേ അണ്ണ? എനിക്ക് ഓർക്കാനേ വയ്യ. എടാ ചെകുത്താനെ, നീ ഇപ്പോഴും പറഞ്ഞില്ല നീ അന്ന് എന്ത് വേണ്ടിട്ടാ പേടിച്ചേ? പേടിച്ചെന്നോ? ആര്? കൂടുതൽ കിടന്നുരുളല്ലേ മോനെ, നിനക്ക് പേടിപ്പനി ആയിരുന്നൂന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. പറയടാ. അത് പിന്നെ അണ്ണ, എനിക്ക് അത്ര ഓർമ്മയില്ല. നീ പറയുന്നുണ്ടോ ഇല്ലയോ? ഞാൻ പറയാം. ഞാനന്ന് നമ്മുടെ വടക്കയിലെ സതീശേട്ടന്റെ വീട്ടിൽ പോയിട്ട് വരുമായിരുന്നു. നേരം കുറച്ച് ഇരുട്ടിയോണ്ട് സതീശേട്ടൻ എന്നെ നമ്മുടെ ചെരക്കര വീടിന്റെ അവിടെ വരെ കൊണ്ടുവിട്ടു. എന്തായാലും അവിടെ വരെ വന്ന സ്ഥിതിക്ക് കല്യാണി ഒരു നോക്ക് കാണാൻ ഞാൻ അവിടെ തിരിഞ്ഞു കളിക്കുമായിരുന്നു. പെട്ടെന്നായിരുന്നു എന്റെ പുറകിൽ ആരോ ഉള്ള പോലെ എനിക്ക് തോന്നിയേ. ഞാനാദ്യം ഓർത്തു എന്റെ തോന്നലായിരിക്കുമെന്ന്. പക്ഷെ ആ വ്യക്തിയുടെ സാന്നിധ്യം എന്റെ അടുത്തേക്ക് വരുമ്പോലെ തോന്നി. അപ്പോഴേക്കും അവിടെ ഒരുമാതിരി വല്ലാത്ത ഇലഞ്ഞിപ്പോന്റെ സ്മെല്ലായി. ഞാൻ പേടിച്ച് തിരിഞ്ഞു പോലും നോക്കാതെ ഒറ്റ ഓട്ടം കൊടുത്തു. അപ്പോഴേക്കും എന്റെ പുറകിൽ ഒരു കൊലുസിന്റെ കാതടപ്പിക്കുന്ന ശബ്ദം പിന്തുടർന്നു. ഞാനാണെങ്കിൽ ഈ ലോകത്തിലെ സകല ദൈവങ്ങളെ വിളിച്ച് തിരിഞ്ഞു നോക്കാതെ ഒറ്റ ഓട്ടമായിരുന്നു. ആ ഓട്ടം വന്നു നിന്നത് ഇവിടെ. സത്യം പറയാലോ അണ്ണ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇതൊന്നും പിന്നെ വല്യമ്മ എടുത്ത് പറയാൻ പോകാഞ്ഞത് നമുക്കൊരു വിലയില്ലേ? ഇക്കണ്ട നാട്ടുകാരെയൊക്കെ ഞാൻ പേടിപ്പിച്ച് വിറപ്പിക്കുന്നതല്ലേ. കൊള്ളാം, നല്ല കാര്യം. എന്നാലും അതാരായിരിക്കും അണ്ണ? ആർക്കറിയാം? എന്റെ ഭഗവതി, ഞാനിത് എന്തൊക്കെയാ കേൾക്കുന്നത്? ഇനിയും നമ്മൾ ഇത് വെച്ച് താമസിപ്പിക്കണോ ഏട്ടത്തി? ജാതക പ്രകാരം 10-ൽ 10 പൊരുത്തം ഉണ്ടെന്നല്ലേ ജ്യോത്സ്യം പറഞ്ഞേ? ആ അതെ, നമുക്ക് ഇന്ന് തന്നെ അവരുടെ കല്യാണക്കാരി സംസാരിക്കണം. എന്നിട്ട് വൈകാതെ തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി ഇത് നടത്തണം. അയ്യോ, അപ്പുവിന്റെ സൗണ്ട് അല്ലേ? വാ നോക്ക. അപ്പു, അപ്പു, എന്താ മോനെ? അത് ആ ചെക്കൻ കല്ല് പെറുക്കി എറിഞ്ഞതാ. ആര്? ഇവിടെ 2 വിത്തുകൾ വന്നില്ലേ, അതിലൊരെണ്ണം. എന്നിട്ട് എന്തേലും പറ്റിയോ? കുഴപ്പമൊന്നുമില്ല. കുരുത്തം കെട്ട ചെക്കൻ. പോട്ടെ, സാരമില്ല, കൊച്ചുകുട്ടിയല്ലേ.
കൊടുക്കുന്നുണ്ട് ഞാൻ. കൊടുത്തിട്ടുണ്ട് ഞാൻ അവന്റെ നടു നോക്കി. പ്രശ്നമാകോ? എന്ത് പ്രശ്നം? അവന് ഞാൻ എന്റെ കല്യാണി കൊടുക്കാനോ? നടക്കില്ല. അവനിപ്പോ കൊറേയായി എന്റെ കല്യാണിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. അവനുള്ള പണി ഞാൻ വൈകാതെ കൊടുക്കുന്നുണ്ട്. നീ എന്റെ ഒപ്പം നിൽക്കുവോ? നീ എനിക്ക് പച്ചലൈസ് വാങ്ങി തന്നാ നിക്കാം. തന്നില്ലെങ്കിൽ നീ നിക്കില്ലേ? തന്നില്ലെങ്കിലും നിക്കും. എങ്കി വാ. അമ്മേ, ഞാൻ ഇറങ്ങുവാ കേട്ടോ. ചിലപ്പോ വരാൻ ഇത്തിരി ലേറ്റ് ആവും. ആ കേട്ടു കേട്ടു. അമ്മ, കണ്ണേട്ടൻ എവിടെ? അവൻ മുകളിൽ കാണും. എന്താ? എന്തേ, എനിക്ക് കണ്ണേട്ടനെ അന്വേഷിച്ചൂടെ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ പിന്നെ, നിന്റെ കല്ലു ചേച്ചിയുടെയും അപ്പോട്ടന്റെയും കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി കണ്ണനും കൂടി ഒരു പെങ്കൊച്ചിനെ കണ്ടെത്തണം. നിന്റെ അറിവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോടി? നീ ഇതെന്തായി കാണിച്ചത്? നിനക്കെന്താ കണ്ണ് കണ്ടൂടെ അമ്മു? നോക്കിക്കേ, നല്ലൊരു പ്ലേറ്റും ഗ്ലാസ്സും ആയിരുന്നു. എന്താടി നോക്കി പേടിപ്പിക്കുന്നേ? ഇനി ഇത് നിന്റെ അപ്പനോട് പറഞ്ഞു എന്നെ വഴക്ക് കേൾപ്പിക്കാനാണോ? ഏട്ടത്തി വേണ്ട, പോട്ടെ. അറിയാണ്ട് പറ്റി പോയതല്ലേ. അമ്മു, മോള് ചെല്ലും. അപ്പ ചെയ്ത് വൃത്തിയാക്കിക്കോളാം. കണ്ണേട്ടാ, കണ്ണേട്ടാ. ഇതെന്താ, സിഗരറ്റ് വലിക്കുക? അതെ, എന്തേ? മര്യാദക്ക് നടത്തിക്കോ. ഇല്ലെങ്കിൽ നോക്കണ്ട, കളഞ്ഞു. എന്താണ് ഭഗവതിയുടെ ആഗമന ഉദ്ദേശം? എനിക്കെന്തേ, വന്നൂടെ? കൂടെ കൂടെ എന്റെ റൂമിൽ വരുമല്ലോ. ഓ, ചിരിക്കണ്ട. എന്താ, എന്തു പറ്റി? അമ്മായിയായിട്ട് വീണ്ടും പഴക്കിട്ടോ? എങ്ങനെ മനസ്സിലായി? അതിപ്പോ പതിവുള്ള കാര്യമായില്ലേ. ഓ, എന്തായിരുന്നു വിഷയം? കണ്ണേട്ടന്റെ കല്യാണം. എന്ത്? എന്തേ, വിശ്വാസം വരുന്നില്ലേ? അവര് അപ്പോട്ടന്റെയും കല്ലുചേച്ചിയുടെയും കല്യാണം നടത്താൻ തീരുമാനിച്ചു. അതിന്റെ ഇടയില കണ്ണേട്ടന്റെ കല്യാണക്കാര്യം പറഞ്ഞ. ആഹാ, അത് കൊള്ളാലോ. എന്ത് കൊള്ളാമെന്ന്? പിന്നെ എനിക്ക് കല്യാണം കഴിക്കണ്ടേ? അയ്യോ, പോകല്ലേ. മാറി നിക്ക്, ഞാൻ പോവാ. നിക്കടി അവിടെ. മാറി നിക്കാനല്ലേ പറഞ്ഞേ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് നീ എന്തിനാ ഇത്രയും ചൂടാവുന്നേ? നിന്നോട് ഒരു തമാശ പോലും പറയാൻ പറ്റില്ല എന്നാണോ? ഇങ്ങനെയുള്ള തമാശ എനിക്ക് ഇഷ്ടമല്ല. തമാശക്കാണെങ്കിൽ പോലും എനിക്കത് സഹിക്കില്ല. സഹിക്കാൻ പറ്റില്ലെങ്കിൽ പോടി. ഏത് നേരത്താണാവോ ഇതിനെയൊക്കെ എടുത്ത് തലയെ വെക്കാൻ തോന്നിയത്? കോപ്പ്. നിനക്ക് എന്താടി അമ്മു? പോയോ? ഓ, ഇവളെയും കൊണ്ട്. എങ്ങോട്ടാ? ഊളം പാറയ്ക്ക്. എന്തേ? എങ്കി ഇങ്ങേര് തന്നെ പൊക്കോ. എന്നെ ഇവിടെ ഇറക്കിയേര്. നിന്നെ കൊണ്ട് ചെന്നാക്കാനാ പോകുന്നേ. അപ്പോ നീ വേണ്ടേ? ഓ, കൂടുതലങ്ങ് തമാശക്കല്ലേ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എന്തേ മിണ്ടാതിരിക്കുന്നേ? ഞാനെന്താ പറയാ? നിനക്കെന്താ കഴിക്കാൻ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അതെന്താ നിനക്കൊന്നും വേണ്ടാത്തെ? വേണ്ടാത്ത കൊണ്ട്. തനിക്കെന്താടോ? എനിക്ക് വട്ട്. എന്തേ, കുറച്ച് വേണോ? എനിക്ക് വേണ്ട. ഓ സോറി, ആവശ്യത്തിൽ കൂടുതൽ നിനക്കുണ്ടല്ലോ. ദേ, എന്തേ? കുന്തം. ആ, കുന്തമാണോ വേണ്ടത്? അതിനി നീ ഞാൻ എവിടെ പോയി വാങ്ങാനാ? ഒരു കാര്യം ചെയ്, നിന്റെ ഫോണിക്ക് തന്നെ. അതില് ലുട്ടാപ്പിയുടെ നമ്പർ കാണുമല്ലോ. നീ കോൾ ചെയ്തിങ്ങിതാ, ഞാൻ സംസാരിക്കാം. അയ്യേ, ഇതെന്തൊരു ചളിയാ. ആണല്ലോ. അതെ.
എങ്കിൽ മര്യാദക്ക് പറ, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? എനിക്ക് വടയും ചായയും മതി. അങ്ങനെ വഴിക്കുക. ആ പിന്നെ വേറെ എന്തെങ്കിലും വേണോ? എന്ത്? ഈ സ്വീറ്റ് ആയിട്ട് എന്തേലും. എന്തേ നോക്കുന്നേ? വേണോന്ന്? ആ വേണം. ശരിക്കും? അതിന് താനെന്തിനാ വണ്ടി നിർത്തിയേ? നീ വേണോന്ന് പറഞ്ഞിട്ട്. അത് എന്തേ വേണ്ടേ? താൻ എന്തേ കാണിക്കുന്നേ? ദാ പിടിക്ക്. അതെ, നീ എന്തിനാ കണ്ണടച്ചിരിക്കുന്നേ? ദാ പിടിക്ക്, വാങ്ങിക്കോ. തിരുമേനി അപ്പൊ പറഞ്ഞു വരുന്നത്? അത് തന്നെ. പൂർണമായി എനിക്കൊന്നും ഇപ്പൊ പറയാനാവില്ല. എന്നാൽ ഒരു കാര്യം പറയാം. അധികം വൈകാതെ തന്നെ അവർ എന്നെ കാണാൻ വരും. എന്റെ മകൻ, അവൻ എന്തെങ്കിലും? ഞാൻ പറഞ്ഞല്ലോ, പൂർണമായിട്ട് എനിക്കിപ്പോ ഒന്നും പറയാനാവില്ല. ക്ഷമിക്കണം തിരുമേനി, ഞാൻ. വേണ്ട, തൽക്കാലം നിങ്ങളിപ്പോ പോകൂ. ഞാൻ അന്ന് തന്ന ചരട് അവന്റെ കയ്യിലുണ്ടല്ലോ. ഉണ്ട്. എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. ഇതിപ്പോ എത്ര ദിവസമായെന്നറിയാവോ അവള് കോളേജിൽ പോയിട്ട്? ഒരാഴ്ചയാവുന്നു. എന്നിട്ട് നീ ഇതിപ്പോഴാണോ പറയുന്നത്? അല്ല, കോളേജിൽ നിന്നും സാറുമാരൊന്നും വിളിച്ചില്ലേ? ഞാൻ പറഞ്ഞു പനിയാണെന്ന്. കൊള്ളാം. നീ എന്നിട്ട് ചോദിച്ചോ അവളോട് എന്താ പ്രശ്നമെന്ന്? ഞാൻ എത്ര വട്ടം ചോദിച്ചെന്ന് നിങ്ങൾക്കറിയുവോ? അവള് ഒന്നും പറയുന്നില്ല. നിന്നോട് പറയാൻ വയ്യെങ്കിൽ കല്ലുവിനോടെങ്കിലും പറഞ്ഞു കാണുമായിരിക്കുമല്ലോ. അവളോട് ചോദിച്ചുകൂടായിരുന്നോ? അവര് മൂന്നാളും അവളോട് മാറി മാറി ചോദിച്ചു. അവരോടൊക്കെ അവള് പറഞ്ഞത് അവൾക്ക് കോളേജിൽ പോയി പഠിക്കാനൊന്നും വയ്യാന്നാ. വയ്യാന്നോ? ഈ കൊല്ലം കൂടിയല്ലേ ഉള്ളു അവളുടെ പഠിത്തം. എനിക്കൊന്നും അറിയാൻ മേല. അവളിപ്പോ നമ്മുടെ പഴയ അമ്മ ഒന്നും അല്ല. അവളുടെ സംസാരത്തിലും സ്വഭാവത്തിലും ഒക്കെ എന്തൊക്കെയോ മാറ്റമുണ്ട്. ആ, ഇനി നീ ആവശ്യമില്ലാത്ത ഓരോന്നും പറ. ഞാൻ ഉള്ളതാ പറഞ്ഞത്. ഞാൻ അവളുടെ അമ്മയാ. ഞങ്ങൾ അമ്മമാർക്ക് അവരുടെ മക്കളിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നാൽ പോലും മനസ്സിലാവും. നീ ഒന്ന് ചുമ്മാതിരിക്കാൻ ടെമുനെ. എല്ലാ മനുഷ്യനും എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ല. നീ വന്ന് കഞ്ഞി എടുത്തു വെക്ക്. നിങ്ങൾ ഇങ്ങനെ കഞ്ഞിയും കുടിച്ചു നാടും തെറ്റി നടന്നു. നീ എന്തേലും പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ഇവളെന്താ ഇങ്ങനെ? കുറച്ച് ദിവസം കൊണ്ട് തുടങ്ങിയതാ. ഇവളെന്താ ഈ കോള് കട്ടാക്കി കളയുന്നത്? അവിടെ കിടന്ന് വിളിക്കും. പ്ലീസ് കോൾ എടുക്കു കുരുപ്പേ. ഹലോ. ഹലോ. എന്താടിച്ചുള്ള കമ്പേ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? അത് നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എന്ത് പരിപാടി? അല്ല, പുറത്തു വല്ലതും പോകാനുണ്ടോന്ന്. എന്തേ? അത് നാളെ സ്കൂളില്ല. അപ്പോ നമുക്ക് പുറത്തൊന്ന് പോയാലോ? ശരിക്കും? അതെ. എവിടെ പോവാനാ? വേറെ എവിടെയല്ല, ഇവിടെ അടുത്താ. എന്തായാലും നീ സ്നേഹത്തോടെ വിളിച്ചതല്ലേ, ഞാൻ വരാം. അല്ല, നിന്റെ കൊച്ചിനെ കൂട്ടുന്നില്ലേ? ഇല്ല, നമ്മൾ മാത്രം മതി. ഓ, അങ്ങനെയാണോ? അതെ. ആയിക്കോട്ടെ, എങ്കിൽ നമ്മൾ മാത്രം മതി. ഓക്കെ എങ്കിൽ ശരി, ഗുഡ് നൈറ്റ്. എത്ര നേരം വിളിക്കണം നിന്നെ? നിനക്കെന്താ കോൾ എടുത്താ? എനിക്ക് എടുക്കാൻ തോന്നിയില്ല, അത്ര തന്നെ. ഇത്രയും ദിവസമായിട്ട് നീ ഇപ്പോഴും ഒന്ന് മനസ്സ് വെച്ചോണ്ട് നടക്കുവാണോ? നിനക്ക് എന്താണമ്മോ? എനിക്ക് നിന്റെ അടുത്ത് ഒരു തമാശ പോലും പറയാൻ പറ്റില്ല എന്നാണോ? അതെ,
എനിക്ക് ഇതുപോലുള്ള തമാശ ഇഷ്ടമല്ല. തമാശ രീതിയിലാണെങ്കിൽ പോലും കണ്ണേട്ടൻ മറ്റൊരാളുടേതാണെന്ന് പറയുന്നത് എനിക്ക് സഹിക്കില്ല. ഞാനത് കേട്ട് നിൽക്കില്ല. നിനക്കെന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ദിവസം വിളിച്ചിട്ട് നീ ഒരു തവണയെങ്കിലും കോൾ എടുത്തോ? നീ നിന്റെ ഫോൺ എടുത്ത് നോക്കിയേ, ഞാൻ എത്ര തവണ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഉണ്ടെന്ന്. അത് എനിക്ക് അത്രയ്ക്ക് സങ്കടായിട്ടാ. പിന്നെ ഞാൻ കോൾ എടുക്കാഞ്ഞത് കൊണ്ടല്ലേ കണ്ണേട്ടൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്. ഇത്രയും ദിവസം എന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നിട്ടില്ലല്ലോ. കണ്ണേട്ടാ, എനിക്കെന്തോ പോലെ ശരീരം എന്തിനും ആഗ്രഹിക്കും പോലെ. എന്നെ നോക്കുന്ന, എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന നിങ്ങളുടെ ഈ സാമീപ്യമില്ലേ, അതിലേക്ക് എന്നെ ഒന്ന് വലിച്ചെടുപ്പിക്ക്. എനിക്ക് നിങ്ങളെ വേണം. അമ്മോ, നീ എന്താ ഈ പറയുന്നേ? പ്ലീസ് എന്നെ അമ്മൊന്ന് വിളിക്കരുത്. ഒന്നും വിളിക്കണ്ട. ഈ റൂമിൽ ഇപ്പോൾ എന്റെ ഈ ശരീരവും നിന്റെ ഈ സാമീപ്യവും മാത്രമേ ഉള്ളൂ. നിന്റെ ഈ ചൂടും ഈ ശ്വാസവും മാത്രമാണ് എനിക്ക് വേണ്ടത്. നീ ഇതെന്ത് ഭ്രാന്ത് ഈ കാണിക്കുന്നേ? ആരെങ്കിലും വന്നാ തീർന്നു കേട്ടോ. നീ എന്നെ വിട്ടേ. ആര് വരാൻ? ആരും വരില്ല. വന്നാലും എനിക്ക് ഭയമില്ല. കാശിനാഥിന്റെ ഈ പേടിയുണ്ടല്ലോ, അതാണ് എന്നെ കൂടുതൽ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. നിങ്ങളുടെ ഈ ശരീരം എനിക്ക് വേണം. അത് തരാതെ ഞാൻ നിന്നെ ഇവിടുന്ന് വിടില്ല. അമ്മോ, നിങ്ങൾ ശരിക്കും പേടിച്ചു പോയോ? ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. എന്നോട് തമാശ പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്തിയതല്ലേ. അപ്പൊ ഞാനും അതുപോലെ എന്തേലും തിരിച്ചു തരണ്ടേ? ഇങ്ങനെ നോക്കല്ലേ കണ്ണേട്ടാ. ആരേലും വരും മുമ്പ് പൊക്കോ. എനിക്ക് ദേഷ്യമൊന്നുമില്ല. എന്നാലും എന്റെ കണ്ണേട്ടൻ ഇത്രയ്ക്കും ഒരു പേടിത്തൊണ്ടനായിരുന്നോ? ആ വീട് എനിക്കും കിട്ടും നല്ലൊരവസരം. അന്ന് നമ്മൾ ശരിക്കും ഒന്ന് കാണും മൊത്തത്തിൽ. ഓ ആയിക്കോട്ടെ, ഞാൻ കാത്തിരിക്കും. എങ്കിലും പൊന്നുമോനെ വിട്ടേ. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് വെറുതെ പോകുന്നത് ശരിയല്ലല്ലോ. ഓക്കെ എങ്കിൽ ഗുഡ് നൈറ്റ്. എടാ ചോട്ടു, എനിക്ക് പേടിയാവുന്നു. അയാൾക്ക് വല്ലത് സംഭവിച്ചാ നമ്മൾ രണ്ടാളും അകത്താവും. നീ ഒന്നും മിണ്ടാതിരിക്കെ, ബാക്കിയുള്ളവനെ കൂടെ പേടിപ്പിക്കാതെ. എടാ, കല്യാണി ഇതിന് കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് അവള് നമ്മൾക്കൊപ്പം നിൽക്കണമെന്ന് എനിക്കുമില്ല. പിന്നെ ഈ കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ അറിയരുത്. എടാ ചോട്ടു, എനിക്ക് പേടിയാവുന്നു. നിനക്ക് പച്ചലൈസ് വേണം? അതൊക്കെ വേണം. എങ്കിൽ എന്റെ കൂടെ നിന്നോ. അവർ ഇപ്പൊ തന്നെ വരും. അവര് വരുന്നുണ്ട്. വരട്ടെ. എന്റെ ദൈവമേ, അയാൾക്ക് വലിയ അപകടമൊന്നും പറ്റണ്ട. ചെറുതായിട്ട് കയ്യോ കാലോ ഒന്ന് ഒടിഞ്ഞാ മതി. അവൻ എന്റെ കല്യാണിയെ കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല. ചേടാ, ഇവന്മാരിത് എവിടെ പോയി? എന്തിനാണാവോ ഇങ്ങേരും കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞത്? എടി കാന്താരി, കൊറേ നേരമല്ലേ നടക്കാൻ തുടങ്ങിയിട്ട്? നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാ ചേട്ടാ. അങ്ങോട്ട് നടക്ക്. എന്തോ കള്ളത്തരം ഉണ്ട്. ആ അമ്മേ, അപ്പോട്ടാ
ഭഗവാനെ, അപ്പോട്ടാ എന്തേലും പറ്റിയോ? അപ്പോട്ടാ എവിടെയെങ്കിലും മുറിഞ്ഞോ? നീ എന്നാലും എന്നോട് ഇത് ചെയ്യണ്ടായിരുന്നു. ഞാനൊന്നും ചെയ്തില്ല. എനിക്കറിയില്ല. ഇത്രയ്ക്ക് എന്നെ വെറുക്കാൻ മാത്രം ഞാൻ നിന്നോട് എന്താടി ചെയ്തേ? അപ്പോട്ടാ ഇങ്ങനെയൊന്നും പറയല്ലേ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും കേക്കണ്ട, മാറി നിക്ക്. എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും പറ്റണമായിരുന്നോ? ഇത്രയ്ക്ക് ദുഷിച്ച മനസ്സായിരുന്നു നിന്റെ. ഒരാളെ കൊല്ലാൻ പോലും നിനക്കൊരു മടിയുമില്ലാന്ന് ഇന്നെനിക്ക് മനസ്സിലായി. അപ്പോട്ടാ ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളോട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കുമെങ്കിലും ഇങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ചെയ്യില്ല. അതിനെനിക്ക് കഴിയില്ല. ഞാനിത് വിശ്വസിക്കണമായിരിക്കും അല്ലേ? ഞാൻ ചെയ്തിട്ടില്ല അപ്പോട്ടാ. ഇങ്ങോട്ട് നോക്കടി കുള്ളച്ചി. ഈ വായ്ത്താളം അടിക്കുമെങ്കിലും നീ ഒരു പൊട്ടി പെണ്ണാണെന്ന് എനിക്കറിയാം. ഇത് നീ ചെയ്തതല്ലെന്നും എനിക്കറിയാം. ഇപ്പൊ എവിടെ പോയി എന്റെ കൊച്ചിന്റെ തന്റെടമൊക്കെ? എവിടെ പൊട്ടത്തി, നീ എന്തിനാ കരയുന്നത്? ഞാൻ കാല് വഴുതി ഈ കുഴിക്കകത്ത് വീണതല്ലേ. പിന്നെ നിന്നോട് ഞാൻ വെറുതെ ദേഷ്യപ്പെട്ടൂന്നേ ഉള്ളൂ. ഇവളെയും കൊണ്ട് ഈ കരച്ചിലൊന്ന് നിർത്താവോ? ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എന്റെ കൊച്ചിന്റെ മുഖം കാണാൻ ഒരു ഭംഗിയില്ല കേട്ടോ. ഇങ്ങോട്ട് വടി. നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ? അത് അവരില്ലേ കൂട്ടും ചൂട്ടും, അവര് പറഞ്ഞു നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനെന്ന്. ഓ, ഇപ്പൊ ഏകദേശം കാര്യങ്ങളുടെ കിടപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത്? ഒന്നുമില്ല. ഈ കാര്യം നീ അറിഞ്ഞോണ്ടല്ലെന്ന് എനിക്കറിയാം. എന്നാലും നിനക്കൊരു കുഞ്ഞു ശിക്ഷ എന്റെ വക. എന്ത്? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അതൊക്കെ ഉണ്ട്. ഒരു തൂമഞ്ഞിൻ വൈഡൂരം നൽകിയപ്പോൾ ധാരാകാശം പകരം നൽകി നീ. ഒരു മൂവന്തി പൊൻകിണ്ണം ഞാൻ തന്നപ്പോൾ പൊൻപുലർക്കാലം പകരം തന്നു നീ. അഴകേ നീ അറിയാമറയത്ത് അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി.